ஒன்னு சங்கீதா, இன்னொன்னு த்ரிஷா. ரெண்டு பேருக்கு நடுவுல தான் போட்டியே. ഹലോ ഗീസ്, വെൽക്കം ബാക്ക്. ഇളയ ദളപതി വിജയുടെ ആരാധകരല്ലാത്ത ആളുകൾ ചുരുക്കമാണ്, അത്രയും അധികം. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. വിജയ് പോലൊരാൾ 2 വർഷം കൊണ്ട് ഒരു പാർട്ടി രൂപീകരിച്ച് തമിഴ്നാട് CM ആയപ്പോൾ തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും ഒരുപാട് ആളുകൾ വിജയുടെ സ്റ്റാറ്റസ് ഇടുകയും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും ഇപ്പം വിജയുടെ പാർട്ടി അടക്കം വയനാട് രൂപീകരിച്ചെന്നാണ് പറയുന്നത്. ഇന്നലെ വിജയുടെ ഈ ഒരു CM ആയിട്ടുള്ള സത്യപ്രതിജ്ഞയിൽ ഏറ്റവും ശ്രദ്ധ ആകർഷിച്ചത് മറ്റാരുമല്ല, തൃശ്ശാമ്മയാണ് അവിടെ ഏറ്റവും ഒരു വൈബ് ഉണ്ടാക്കിയത്. ഏത് വീഡിയോ എടുത്തു നോക്കിയാലും തൃശ്ശാമ്മ ഉണ്ടാക്കിയ ആ ഒരു വൈബ്. യഥാർത്ഥത്തിൽ തൃശ്ശാമ്മയ്ക്ക് പകരം അവിടെ ഉണ്ടാവേണ്ടിയിരുന്നത് സംഗീത സ്വർണ്ണലിംഗവും മക്കളുമായിരുന്നു. ഇവിടെ ഏറ്റവും അധികം ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്ന മറ്റൊന്നുമല്ല, വിജയുടെ ഫാമിലി, വിജയുടെ അമ്മ എങ്ങനെയായിരിക്കും തൃശ്ശയെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. അമ്മ മാത്രമല്ല, വിജയുടെ കുടുംബത്തിലെ എൻ്റയർ ഫാമിലി, സിസ്റ്റർമാരടക്കം എല്ലാവരും വരുന്നുണ്ട്. ഇവരെങ്ങനെയായിരിക്കും തൃശ്ശയെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും ഒരു ആശങ്ക ഉണ്ടായിരുന്നത്. അതിനൊക്കെ ഒരു ഉത്തരം കിട്ടിയിരിക്കുന്നു. ആരാണ് വിജയിച്ചത്? അത് മറ്റാരുമല്ല, തൃശ്ശാമ്മ. സാക്ഷാൽ തൃശ്ശാമ്മ തന്നെ വിജയിച്ചിരിക്കുന്നു. ഈ ഒരു സംഗതി ഏറെ വേദനയായി മാറുന്നത് മറ്റാർക്കുമല്ല, സംഗീത സ്വർണ്ണലിംഗം. വിജയ് ഏറെ ഒരുപാട് സ്നേഹിച്ച് കല്യാണം കഴിച്ച ആ ഒരു കോടീശ്വരി പുത്രിയെ സംബന്ധിച്ച് എന്താണ് ഉണ്ടായത് ഏറെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. നോക്ക്, ആ ഒരു ചടങ്ങിലേക്ക് മുഖ്യ അതിഥിയായി മുൻനിരയിൽ തന്നെ തൃശ്ശാമ്മ വരുന്നു. മറ്റു നടികൾ, നയൻതാര അടക്കമുള്ള നടികളൊന്നും, വിജയോട് അഭിനയിച്ച ഒരു നടികളും അവിടെ എത്തിയതായി കാണുന്നില്ല. തൃശ്ശാമ്മ മാത്രമാണ് എത്തിയത്. തൃശ്ശാമ്മ വളരെ ഗംഭീര വരവേൽപ്പ് സ്വീകരിച്ചുകൊണ്ട് വരുന്നു. നേരെ വന്നതിന് ശേഷം എല്ലാവരെയും വിഷ് ചെയ്യുന്നു. വിജയുടെ അമ്മയടുത്തെത്തുന്നു. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ എന്തായിരിക്കാം സംഭവിക്കുകയെന്ന് ഒരുപാട് ലക്ഷോപലക്ഷം ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്ന അതിന് ഒരു തീരുമാനം. അതായത് ആ ഒരു ശണ്ടയിൽ ആരാണ് വിജയിച്ചത്? സംഗീതയെ വിജയുടെ അമ്മയടക്കം തള്ളിക്കളയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് തൃശ്ശയെ കെട്ടിപ്പിടിച്ച് വരവേൽക്കുന്ന ഒരു രീതി. അമ്മ മാത്രമല്ല, വിജയുടെ സിസ്റ്റർമാരും തൃശ്ശയെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു, അവരെ സ്വാഗതം ചെയ്തിരിക്കുന്നു. ചിലർ ചിന്തിക്കാൻ ഇതൊരു സ്വാഭാവികമായ രീതിയായിരിക്കാം, അവരെ സ്വീകരിക്കുക, അവരൊരു ഗസ്റ്റ് ആയതുകൊണ്ട് അവർ ഈ ഒരു വേദിയിൽ വരുമ്പോൾ അവരെ സ്വീകരിച്ചതാവാന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ വിജയോടുള്ള എല്ലാ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇത് കാണുന്ന സംഗീതയുടെ അവസ്ഥ എന്ന് ആലോചിച്ചാൽ, സംഗീതയും മക്കളും ഈ ഒരു പരിപാടി പങ്കെടുത്തിട്ടില്ല. അവർ UK യിലാണ്. പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, ഒരു വിഷ് പോലും അവരാരും. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേജ് ഈ മകൻ്റെ പേരിൽ ഫാൻ പേജ് ഉണ്ട്, അല്ലാതെ ഒബീഷില എന്ന് പറയുന്ന പേജുണ്ട്. അതിലൊന്നും സ്വന്തം അച്ഛൻ CM ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, സ്വന്തം അച്ഛൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആയപ്പോൾ ഒരു വിഷ് പോലും നൽകാൻ കഴിയാതെ പോകുന്ന ഒരു മകൻ. ഇതുപോലൊരു അവസ്ഥ ലോകത്തൊരാൾക്കും ഉണ്ടായിട്ടില്ല. ഭാര്യയുടെ കാര്യം എടുത്താലും ഈ സംഗീതയുടെ ഒരു സംഗീത എന്ന് പറയുന്നത് വിജയെ അത്രയും അധികം സ്നേഹിച്ച വിജയുടെ ഒരു ഫാൻ ഗേളായിരുന്നു. ഇവരുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് സംഭവിച്ച സംഭവമൊക്കെ പലരും ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ട്, അതിലേക്ക് ഞാൻ വരാം. നോക്കുക, തൃശ്ശയുടെ വലിയ ഇമോഷണലാവുന്ന വലിയ ബോണ്ട് അവർ തമ്മിലുണ്ട്. വിജയെ അത്രയും അധികം CM ആയിട്ട് കാണണമെന്ന് വിജയേക്കാൾ കൂടുതൽ ആഗ്രഹിച്ച തൃശ്ശയാണെന്ന് എനിക്ക് തോന്നുന്നു. തൃശ്ശ നേരത്തെ പറഞ്ഞ ക്ലിപ്പ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നതെങ്കിൽ 100% തൃശ്ശ തമിഴ്നാടിൻ്റെ ഒരു CM ആയി മാറുമെന്നുള്ളതായിട്ട് യാതൊരു തർക്കവുമില്ല. മറ്റൊരു ജയലളിതയായി മാറിക്കഴിഞ്ഞു. ആ ഒരു വിഷയത്തിൽ ഒരു ഒരു സംശയത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഭാവിയിൽ തൃശ്ശയെ മുഖ്യമന്ത്രിയായി നമുക്ക് കാണാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തൃശ്ശയുടെ ഈ തൃശ്ശ കഴിയുമ്പോഴത്തേന് കൂടെ കരയുന്ന ആരാധകരൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഇതിലും കൂടുതലായിട്ട് ഈ ഒരു അവസരത്തിൽ കരയുന്ന സംഗീതയായിരിക്കും. UK യിലാണ്. UK യിലിരുന്ന് അവർ ഈ സീൻ കാണുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അമ്മയടക്കം, വിജയുടെ സിസ്റ്റർമാരടക്കം, വിജയുടെ അമ്മയടക്കം ഇവരെ വരവേൽക്കുന്നതിൻ്റെ ആ ഒരു പൊരുള് സംഗീതയെ തള്ളിക്കളയുന്നു, സംഗീതയും മക്കളെയും തള്ളിക്കളയുന്നു എന്ന് തന്നെയാണ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരാൾ ഇതുപോലെ, അതായത് സ്വന്തം മകൻ്റെ കുടുംബജീവിതം നശിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ഒരാളുമായി ഈ രീതിയിൽ സമ്പർക്കം പുലർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു സീൻ ഒഴിവാക്കാമായിരുന്നു എന്നാണ് പേഴ്സണലി തോന്നുന്നത്. പിന്നെ വിജയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയാൻ എന്താണുള്ളത് നമ്മൾ കേട്ടിട്ടില്ല. വലിയൊരു ബോണ്ടുള്ള ഒരു ബന്ധമായിരുന്നു ഇവരുടെ.
അത്രയും അധികം ദൃഢമായി പോയൊരു ഫാമിലി ലൈഫായിരുന്നു. അതിനിടയിലേക്ക് ചില വിഷയങ്ങൾ വരുന്നു. സംഗീത തന്നെ വെളിപ്പെടുത്തിയത് UK ആയിരുന്ന സമയത്ത് ചില കാണാൻ പാടില്ലാത്ത ചില തെളിവുകൾ കണ്ടു. ആ തെളിവുകളുണ്ട്. അതിനെ തുടർന്ന് വിജയോട് പറയുന്നു. വിജയ് അത് എഗ്രി ചെയ്യുന്നു. വിജയ് ഒരിക്കലും വേറൊരു കല്യാണം കഴിച്ച് പോകാനോ ഇവരെ ഉപേക്ഷിക്കാനോ ഇപ്പോഴും തയ്യാറല്ലെന്നാണ് പറയുന്നത്. വിജയ്ക്ക് ഒരിക്കലും മറ്റൊരു ബന്ധത്തിന്, തൃശ്യ ആയിക്കോട്ടെ ആരായിക്കോട്ടെ, മറ്റൊരു ബന്ധത്തിന് തയ്യാറല്ല. സ്വാഭാവികമായും സാധാരണ നിലയിൽ ഒരു ഭാര്യ അതിന് അനുവദിക്കത്തില്ല. മറ്റൊരു പാരലൽ റിലേഷൻഷിപ്പിന് ഭാര്യ അനുവദിക്കാത്തത് കൊണ്ട് തന്നെ സംഗീത ഇവിടെ അത്തരം ഒരു തീരുമാനമെടുത്ത്. ചില ആളുകൾ പറയുന്നുണ്ട്, സംഗീത, ഞാനും ചിന്തിച്ചാണ്, സംഗീതയ്ക്ക് ഇതൊക്കെ ഉൾക്കൊണ്ട് പ്രശ്നമില്ലാന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു സെറിമണി പങ്കെടുക്കുക, സീമിൻ്റെ ഭാര്യയായി നിൽക്കുക, തമിഴ്നാട്ടിലെ ഏറ്റവും പ്രഥമ വനിതയായി മാറുക എന്നൊക്കെയുള്ള ചില ആഗ്രഹങ്ങൾ സാധിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സംഗീത സ്വർണ്ണലിംഗം എന്ന് പറയുന്നത് വിജയേക്കാൾ കൂടുതൽ സ്വത്തുക്കളുള്ള ഒരു പിതാവിൻ്റെ മകളാണ്. വിജയോടൊരു അമിത ആരാധന തോന്നുന്നു. 1996 സംഭവം എന്ന് പറയുന്നത്. 1996 വിജയുടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി 17-18 വയസ്സിൽ ഈ പെൺകുട്ടി UK ഇവർ കംപ്ലീറ്റ്ലി UK സെറ്റിൽഡാണ്. ശ്രീലങ്ക വംശജനാണ് പിതാവ്. UK വിജയെ കാണാൻ വേണ്ടി തമിഴ്നാട്ടിൽ വരികയും വിജയെ കാണുന്നു. അതിനുശേഷം ഇവർ തങ്ങളിൽ നല്ല റിലേഷൻ ആവുന്നു, കുടുംബവുമായ റിലേഷൻ ആവുന്നു. വീട്ടിലേക്ക് വിജയ് കൂട്ടിക്കൊണ്ട് വന്നു. കാരണം വിജയ്ക്ക് വലിയൊരു താല്പര്യം തോന്നുന്നു ഈ രീതിയിൽ റിസ്ക് എടുത്ത് UK അന്നത്തെ കാലത്ത് വിജയെ കാണാൻ വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ വലിയൊരു താല്പര്യം തോന്നുകയും വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോവുകയും വീട്ടുകാർ തമ്മിൽ വലിയൊരു ബോണ്ടാവുന്നു. അതിനുശേഷം വിജയുടെ അച്ഛനാണ്, അതുകൊണ്ടായിരിക്കും അച്ഛൻ ഈ ഒരു ബന്ധത്തിൽ, അതായത് വിജയ് മറ്റൊരു നടിയെ കല്യാണം കഴിക്കണമെന്നോ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിന്ന് ഒരു താരത്തെ കല്യാണം കഴിക്കേണ്ട എന്നൊരു തീരുമാനം അച്ഛനാണ് എടുത്തത്. അങ്ങനെ അച്ഛനാണ് ഈ ഒരു റിലേഷനിലേക്ക്, വിജയുടെ ഈ ഒരു കല്യാണത്തിലേക്ക് വിജയെ എത്തിച്ചതെന്നാണ് പറയുന്നത്. പിന്നീട് വന്നപ്പോഴത്തേനും ഇതുമായി ബന്ധപ്പെട്ട് വിജയ്ക്ക് വേണ്ടി പെണ്ണാലോചിക്കുകയും അതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിട്ടാണ് നടത്തിയത്. രണ്ട് ജാതി മതസ്ഥരാണെങ്കിലും, വിജയ് ക്രിസ്ത്യാനിയും സ്വർണ്ണലിംഗം ഹിന്ദു ആണെങ്കിലും ഇവർ എന്താ പറയുക, മാരേജ് അറേഞ്ച്ഡ് ആയിട്ടാണ് നടത്തിയെന്നാണ് അതിൻ്റെ ഒരു വസ്തുത. അത്തരത്തിൽ കല്യാണം കഴിക്കുന്നു, വലിയ രീതിയിലൊരു ബോണ്ടോടുകൂടി മുന്നോട്ട് പോകുന്നു. 2 മക്കളുണ്ട്, ഇളയ ഒരാളുണ്ട്. ആ 2 പേരും ഈ വിജയുടെ ഈ ഒരു സെറിമണിക്ക് ഒരു ആശംസയോ ഒരു വിഷയോ ഒന്നും നൽകിയിട്ടില്ല. ഈ ഒരു മക്കളുമായിട്ടൊക്കെയുള്ള ബോണ്ട് വിജയ് പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. അത്രയും അധികം ഇവർ തങ്ങളിലൊരു ബോണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തകർന്നിരിക്കുന്നു. ഇതിനൊക്കെ ഒരു പരിധിവരെ കാരണക്കാരി പറയപ്പെടുന്ന തൃശ്യ ആയിരിക്കാം. എന്നാൽ തൃശ്യയ്ക്ക് ആ ഒരു കുറ്റബോധമൊന്നുമില്ല. തൃശ്യ വളരെയധികം ഇമോഷണൽ ആവുന്നു. തൻ്റെ സ്വന്തം കാര്യം മാത്രം ചിന്തിച്ച് ആ ഒരു കുടുംബം തകർത്തൊരു വ്യക്തിയായിട്ടാണ് തൃശ്യയെ തോന്നുന്നത്. നല്ല നടിയാണ്, നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് ആരാധകരുള്ള നടിയാണ്. പക്ഷേ ഈ ഒരു സെറിമണിയിൽ തൃശ്യ കാട്ടിക്കൂട്ടി ആ ഒരു ആക്ടിവിറ്റീസ് കുറച്ച് ഓവറായി പോയില്ലേ എന്ന് എനിക്ക് തോന്നി. ഇത്രയൊക്കെ ആറ്റിറ്റ്യൂഡ് കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. തൃശ്യയുമായി ബന്ധപ്പെട്ടാണ് ഈ ആരോപണം കുടുംബം ഉന്നയിച്ചെങ്കിൽ ഇത്രയും ആളുകൾ തൃശ്യയെ സംശയിക്കുന്ന സ്ഥിതിക്ക് ഈ രീതിയിലുള്ള ഒരു ഷോ ഓഫ് തൃശ്യ കാണിക്കേണ്ടിയിരുന്നില്ല. അതവരെ എത്രമാത്രം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഡൈവേഴ്സ് ആയിട്ടില്ല എത്രമാത്രം വേദനിക്കുമെന്ന് തൃശ്യ ചിന്തിക്കേണ്ടിയിരുന്നാണ് എനിക്ക് പേഴ്സണലി അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലൊരു അവസ്ഥ ഒരാൾക്കും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. സ്വന്തം അപ്പൻ മുഖ്യമന്ത്രിയായിട്ട് വരാൻ പറ്റാത്ത മക്കളും ഭാര്യയും ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. ഇതുപോലെ ഡൈവേഴ്സ് ആയ ആളുകളാണെങ്കിൽ പോലും വിദേശ രാജ്യത്ത് പോലും ഈ പറഞ്ഞ കണക്ക് ഒരു വിഷോ അല്ലെങ്കിൽ ആ ഒരു പരിപാടിക്ക് വരികയോ ചെയ്യാറുണ്ട്. അങ്ങനെ ഏറെ നിരാശാജനകമായ ഒരു സംഭവം വിജയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മനോഹരമായ ആ ഒരു ദിവസത്തിൽ ഏറെ നിരാശാജനകമായ ഒരു സംഭവം കൂടെ ഇത് കൂട്ടി വായിക്കേണ്ടതുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്താം. ആദ്യമായിട്ട് വീഡിയോ ആണ്, വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. ബൈ.